Hey all, welcome back to my YouTube channel. Hope you guys are enjoying. ഇന്നിപ്പോൾ നമുക്ക് ചെറിയൊരു വാക്കിന് പോവാം. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി. അപ്പോൾ ഇന്നാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തെർമൽസാണ്, ഒരു പാൻറ്റും ടോപ്പും ആയിട്ടുള്ളതാണ്. ഇതാണ് ഇന്നിപ്പോൾ വാക്കിന് പോകുമ്പോൾ നമ്മൾ വെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ തെർമൽസ്. സാധാരണ ഇവിടെ കാനഡയിൽ നമ്മൾ തെർമൽസ് മേടിക്കുമ്പോൾ നൈസായിട്ടുള്ള ബ്ലാക്ക് കളറിൽ ഇതായിരിക്കും. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ച കാരണം ഇങ്ങനെയാണ് തെർമൽസ് കിട്ടിയത്. അപ്പൊ എനിക്ക് തോന്നണ സാധാരണ നമ്മൾ തെർമൽസ് ഇടുമ്പോ അതിന്റെ പൊക്കത്ത് വേറെ എന്തെങ്കിലും വെയർ ചെയ്യും. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ള ക്ലോത്താണ്. അതുകൊണ്ട് ഞാൻ ഒന്നും വെയർ ചെയ്യുന്നില്ല. പിന്നെ അതുമല്ല, ജസ്റ്റ് ഒരു വാക്കിനല്ലേ, അപ്പൊ നല്ല ഡ്രസ്സൊന്നും ഇടേണ്ട കാര്യമില്ലല്ലോ. നമ്മള് എപ്പോഴും ജാക്കറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ആൻഡ് മേക്കപ്പ്, പുറത്ത് പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇടണമല്ലോ. ഇത് ഞാനിപ്പോൾ റെഡിയാവുന്നതാട്ടോ കാണുന്നത്. ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. മുഖത്ത് വേറെ ഒന്നും ഇടുന്നതിന് മുന്നേയും ആദ്യം ലിപ്സ്റ്റിക്ക് ഇടും, പിന്നെയാണ് ഞാൻ വേറെയുള്ള സാധനങ്ങൾ ഇടുന്നത്. പിന്നെ എൻ്റെ ഐലൈനർ. നമുക്കിപ്പോൾ വീട്ടിൽ ഇപ്പോൾ ക്ലാസ്സുള്ള സമയത്താണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് പിന്നെ പുറത്തേക്ക് പോകാനായിട്ട് എളുപ്പമാണ്. കാരണം നമുക്ക് മുഖത്തൊന്നും ഇടണ്ട, നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ പുറത്ത് പോകാനായിട്ട് മാത്രം മേക്കപ്പ് ഇടുന്നത് എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഐലൈനർ ഇട്ടപ്പോൾ രണ്ടിലും രണ്ടുപോലെ ആയി. അപ്പം ഞാനത് ഒന്നും കൂടെയൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. ഇപ്പം സെറ്റായി. ലിപ്സ്റ്റിക്കും ഐലൈനറും കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഫേസിൽ ആദ്യം ഇടുന്നത് ഒരു ഫേസ് ലോഷനാണ്. പിന്നെ അതിനുശേഷം മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസിങ് മിസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും വെയർ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ഡെയിലി റുട്ടീനായി. കാരണം ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പായത് കാരണം നമുക്ക് ഇതൊക്കെ ഇട്ടില്ലെങ്കിൽ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും. ഇന്നിപ്പോൾ എൻ്റെ കൂടെ നടക്കാനായിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കൂടെ വരുന്നുണ്ട്. പുള്ളിക്കാരൻ പാകിസ്ഥാനിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്ക് നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം വിളിക്കുന്നതാണ്. പുള്ളിക്കാരൻ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മളിവിടെ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. ഇങ്ങനെയാണ് ആൾക്കാരെ പരിചയപ്പെടുന്നതല്ല നമ്മൾ. അപ്പോൾ പുള്ളിക്കാരനൊരു കൂട്ടാണ്, എനിക്കും അതൊരു കൂട്ടാണ്. ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ശനി ഞായറും കിട്ടുമ്പോൾ ഇങ്ങനെ പുറത്ത് പോവുക, ഇവിടുത്തെ കമ്മ്യൂണിറ്റിയൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. അപ്പം നമുക്ക് എന്തായാലും ഒരുമിച്ച് പോകാം. ഓൾ സെറ്റ്. നമ്മൾ ഗ്ലൗസ് കയ്യിലിട്ടിട്ടുണ്ട്. ഇതൊരു ഇന്നർ പോലത്തെ ഗ്ലൗസിൻ്റെ ഒരു ഇന്നർ. പിന്നെ ഇതാണ് ഗ്ലൗസ്. സാധാരണ ഞാൻ ഇത്ര ഇടാറില്ല. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പുറത്ത് പോകണല്ലേ, കുറച്ചു നേരമൊക്കെ നടക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ ഗ്ലൗസ് ഞാൻ ഇട്ടു. ഇനി നമ്മളുടെ വിന്റർ ഷൂസ് ഇടണം, ജാക്കറ്റ് ഇടണം. ഓൾ സെറ്റ്. എൻ്റെ കയ്യിൽ ഫിറ്റാണുള്ള കുറച്ച് ലൂസാന്ന് തോന്നുന്നു. ഓൾ സെറ്റ്. നമ്മൾ വേറൊരു ടീച്ചറും കൂടെ വരണുണ്ട്. ആ പുള്ളിക്കാരന് വേണ്ടി വെയിറ്റ് ചെയ്യണതാണ്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. പക്ഷെ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അത് കാരണം ഇന്നലെ ഞാൻ പോയില്ല. അപ്പം ഇന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഹായ്. ലെറ്റ് മീ ക്ലോസ് ദ ഡോർ. നോ, നോട്ട് യെറ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഇന്നേ വരെ ഇവിടെ വന്നിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. ഞാൻ വിചാരിച്ചത് ഞാൻ താമസിക്കുന്ന വീടും പിന്നെ സ്കൂളും മാത്രമായിട്ട് എൻ്റെ ജീവിതം ഒതുക്കേണ്ടി വരുന്നു. പക്ഷെ അല്ല, നമ്മൾ നടക്കാൻ പോയപ്പോൾ നല്ല രസമുള്ള പ്ലേസസ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് വിൻ്റർ ആയത് കാരണം നല്ല ബ്യൂട്ടിയാണ്. കാരണം മഞ്ഞ് വീണ് കിടക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ
മറ്റേ ഉയരമുള്ള നമ്മളുടെ എവർഗ്രീൻ ട്രീസ്, അതിൽ മഞ്ഞ് വീണ് കിടക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ തണുപ്പൊന്നും നമ്മൾ നോക്കിയില്ല, തണുപ്പൊന്നും നമ്മൾ ബോദർ ചെയ്തില്ല. നമ്മൾ ആ ബ്യൂട്ടി കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടന്നു. നമ്മളിങ്ങനെ വർത്തനമൊക്കെ പറഞ്ഞ് നടന്നു പോയപ്പോഴാണ് അവിടെ ഒരു കാഴ്ച കണ്ടു. അതവിടെ നോക്കൂ, കുറച്ച് ആൾക്കാർ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ -23 ആണെന്ന്. -23 മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ടീച്ചർ പറയാണ്, എത്ര മഞ്ഞുണ്ടെങ്കിലും അവർ കൺസ്ട്രക്ഷനൊന്നും നിർത്തി വയ്ക്കില്ല. എന്താണോ അവർക്ക് പണിയുള്ളത് അവർ ഈ തണുപ്പത്ത്, എത്ര തണുപ്പായാലും എത്ര വെതർ മോശമാണെങ്കിലും അവർ ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവർ ഭയങ്കര ആസ്വദിച്ചായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇത്രയും ഹാർഷായിട്ടുള്ള വെതറിലും അവരങ്ങനെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് ആക്ച്വലി ഒരു ലേക്കാണ്. ഓക്കെ, ഇത് എൻ്റയർ ലേക്ക് ഫ്രോസൺ ആയി കിടക്കണം. ഓ മൈ ഗോഡ്. നമ്മൾ വാക്ക് കഴിഞ്ഞ് വന്നു. ഇത് നോക്ക്, ഇവിടേക്ക് ഐസ്. ഓ മൈ ഗോഡ്. ഓ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാണാനുണ്ട്. ഇവിടെയൊക്കെ നോക്കി ഐസ് ആയിക്കണേ, മൊത്തം ഇവിടെ ഐസാണ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവിടെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ, സോ അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. I hope you guys enjoy the video. I hope you enjoy the surrounding around me. അപ്പോൾ oh my god, -20 നടക്കാൻ പോയ ഇതാണ്. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. യുനോ, നമ്മളിവിടെ തന്നെ ഒന്നും ചെയ്യാനില്ലാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടെ വിർച്വലായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സാറാണ്. വേറെ ആർക്കും അങ്ങനെ നടക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ നാളെയും പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അറിയില്ല ഇനിയിപ്പോൾ. അപ്പം എനിക്ക് മടിയാവോ എന്നൊന്നും അറിയില്ല. ഈ ഗ്ലൗസസ് ഒക്കെ ഇട്ടത് കൊണ്ട് വലുതായിട്ട് തണുപ്പൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ചു നേരം ഞാൻ ഗ്ലൗസ് ഇല്ലാണ്ട്, ഈ മേലത്തെ ഗ്ലൗസ് ഇല്ലാണ്ട് ഈ ലെയേഴ്സ് മാത്രം ഇട്ടാട്ടാ നടന്നത്.
അപ്പൊ എനിക്ക് കുറച്ച് തണുപ്പ് തോന്നിയായിരുന്നു. അപ്പൊ തണുപ്പ് തോന്നി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ഇട്ടത്. അപ്പൊ എനിക്കിപ്പോ അകത്ത് കയറിയപ്പോ കുറച്ചൊരു ഒരു പുകയണ പോലത്തെ ഒരു ഫീല് ഉണ്ട്. പ്രോബബ്ലി ഞാൻ തണുപ്പായിട്ട് ഇട്ടത് കൊണ്ടായിരിക്കും. അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എനഫ്, ഇത് നല്ലതായിരുന്നു തോന്നുന്നു. പിന്നെ ബാക്കിയുള്ളതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു, പിന്നെ മുഖത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. പുതിയ സ്ഥലത്തെ പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം. Still that time. Bye bye from Daria Blossoms. See ya.